ഉരുൾപൊട്ടൽ നാശം വിധിച്ച മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കാണാതായവർക്കു വേണ്ടിയുള്ള തെരച്ചിൽ 14ാം ദിവസവും തുടരുകയാണ്. ചാലിയാറിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹ ഭാഗം കണ്ടെത്തി. നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് പ്രത്യേക ക്യാമ്പുകൾ പുരോഗമിക്കുന്നുണ്ട്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. തുടർച്ചയായ 14ാമത്തെ ദിവസമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിൽ നിന്ന് കാണാതായിരിക്കുന്ന 133 പേരെക്കുറിച്ച് വിവരം ലഭിക്കുന്നതിന് വേണ്ടി വ്യാപകമായ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ജനകീയ തെരച്ചിലിൽ മാത്രം 2000-ഓളം ആളുകൾ പങ്കെടുത്തിരുന്നു. അവർ പ്രധാനമായി മുണ്ടക്കൈ, ചൂരൽമല, അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടം ഭാഗങ്ങളിലായിരുന്നു തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിൽ നടത്തുന്നതിനിടയിൽ കണ്ടെത്തിയ ചില മൃതദേഹ ഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം അനിവാര്യമായി വന്നിരുന്നു. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ ദിവസം അത് എയർലിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ആ മൃതദേഹ ഭാഗങ്ങൾ അടക്കം ഇന്ന് എയർലിഫ്റ്റ് ചെയ്യും. അതോടൊപ്പം പ്രധാനമായി ഇന്ന് ചാലിയാർ പുഴയുടെ തീരം കേന്ദ്രീകരിച്ചാണ് ഈ തെരച്ചിൽ നടന്നത്. മുണ്ടേരി ഫാം പ്രദേശം തുടങ്ങി 5 കിലോമീറ്റർ അപ്പുറത്ത് നീളുന്ന തരത്തിലായിരുന്നു തെരച്ചിൽ നടപടികൾ. NDRF സേനാംഗങ്ങൾ, അതോടൊപ്പം തന്നെ അഗ്നിശമന സേനാംഗങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേക വൈദഗ്ധ്യം നേടിയവർ അവരടങ്ങുന്ന 60-അംഗ സംഘമാണ് മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള 6 കിലോമീറ്റർ ഭാഗത്ത് വ്യാപകമായ തെരച്ചിൽ നടത്തിയത്. അതോടൊപ്പമാണ് പാണാൻകയത്തിൽ, വനമേഖലയാണ്, പാണാൻകയത്തിൽ 50-അംഗ സംഘം വിശദമായ തെരച്ചിൽ നടത്തുകയാണ്. സ്വാഭാവികമായി ഇരു സംഘങ്ങളായി തിരഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ തെരച്ചിലിൽ മൃതദേഹ ഭാഗങ്ങളടക്കം കണ്ടെത്തിയാൽ അവയെ അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൽപ്പറ്റയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടും ഈ കാണാതായവരെക്കുറിച്ച് മറ്റ് സൂചനകളൊന്നും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ഇനി എത്ര ദിവസം ഇങ്ങനെ അങ്ങ് തെരച്ചിൽ തുടരാമെന്ന ഒരു വലിയ ശ്രമകരമായ ചോദ്യം ഉയരുന്നുണ്ട്. സ്വാഭാവികമായി മന്ത്രിസഭാ ഉപസമിതി അടക്കം കൽപ്പറ്റയിൽ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർ കൂടി റവന്യൂ അധികൃതരുമായി സംസാരിച്ചായിരിക്കും എന്നുവരെ ഇങ്ങനെ തെരച്ചിൽ തുടരണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. നിലവിലെ സാഹചര്യത്തിൽ ചില ദിവസങ്ങൾ കൂടി ഈ രക്ഷാദൌത്യം ഇങ്ങനെ തന്നെ തുടരും. ഈ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് സൂചന. എന്തായാലും ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം സഹായത്തോടെയാണ് വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.